ഹായ് ഫ്രണ്ട്സ്, ഒരു ടിൻ ഫ്ലെയിം ജേണിയിൽ നമ്മുടെ DF ഒരു ലൈഫ് പർപ്പസ്, അതുപോലെ തന്നെ സോൾ പർപ്പസ് എന്നുള്ള വേർഡുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പലരും പറയുന്നത് കേൾക്കാം, ഞാൻ സോൾ പർപ്പസിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അല്ലേ. ഈ സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ശരിക്കും ഒരു സെപ്പറേഷൻ്റെ സ്റ്റേജിലാണ് സോൾ പർപ്പസ് സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ആവുന്നത്. അതായത് നമ്മൾ ഈ ഒരു ബർത്തിൽ ജനിക്കുമ്പോൾ നമ്മുടെ സോളിനെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് നല്ല രീതിയിൽ പെയിനും ട്രിഗറും എല്ലാം നമ്മുടെ സർഫേസിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. ഒരു സോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ലക്ഷ്യമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ജന്മത്തിൽ നമ്മളുടെ ആത്മാവ് കുറേ പഠിക്കാനും കുറേ ഇവോൾവ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു DFനെ സംബന്ധിച്ച്, ഒരു ടിൻ ഫ്ലെയിം ജേണിയിലെ ഡിവൈൻ ഫെമിനൈനെ സംബന്ധിച്ച് അവരെ സെൽഫ് വെർത്ത് പഠിപ്പിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ അൺകണ്ടീഷണലായിട്ട് ലവ് ചെയ്യുക എന്നുള്ളതും, അവരുടെ ഈഗോനെ ഡിസോൾവ് ആക്കി അവരെ ഫ്രീ ആക്കാനും, അവരെ സ്പിരിച്വൽ അവൈക്കണിങ്ങിലൂടെ പലതരത്തിലുള്ള എക്സ്പീരിയൻസ് ഈ ഭൂമിയിൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതൊക്കെയാണ് സോളിൻ്റെ പർപ്പസ്. അപ്പോൾ ശരിക്കും ഇത് കുറച്ച് പെയിൻഫുള്ളാണെങ്കിലും ആ DFന് ഇത് ഒരു ഇന്നർ ഗ്രോത്താണ് ഈ സോൾ പർപ്പസിലൂടെ കിട്ടുന്നത്. ഈ സോൾ പർപ്പസ് നമ്മളിൽ നടക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ പറയുമ്പോൾ നമുക്കെപ്പോഴും ഒരു സോളിറ്റ്യൂഡായിട്ടുള്ള ഒരു അവസ്ഥേനെ ഇഷ്ടപ്പെടും. ഒരു ഓൾഡ് പാറ്റേൺസൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്നിരിക്കും. നമ്മളുടെ ഇൻറ്റ്യൂഷനൊക്കെ, ഒരു DFൻ്റെ ഇൻറ്റ്യൂഷനൊക്കെ വളരെയധികം സ്ട്രോങ് ആവും. നമ്മൾ ഒരു ഡിവൈൻ ടൈമിങ്ങിലായിരിക്കും ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. നമ്മൾ DMനെ ചേസ് ചെയ്യുന്നതൊക്കെ നിർത്തുക എന്നതിനേക്കാൾ ഉപരി കുറഞ്ഞിരിക്കും. പിന്നെ നമ്മളുടെ സെൽഫ് ലവ്, നമ്മളുടെ സെൽഫ് റെസ്പെക്റ്റ്, ഇതെല്ലാം ഇൻക്രീസ് ആയിട്ടുണ്ടാവും. നമ്മൾ ഒരുപാട് സ്പിരിച്വൽ പ്രാക്ടീസ് ഈ സമയത്തിനോടകം ചെയ്തിട്ടുണ്ടായിരിക്കും. എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻസ് ചെയ്യുന്നവരായിരിക്കും, നമ്മൾ പ്രേയേഴ്സ് ചെയ്യുന്നവരായിരിക്കും, നമ്മൾ നാച്ചറിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒരു DFൻ്റെ സോൾ പർപ്പസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൂടുതലും സെപ്പറേഷൻ സ്റ്റേജ് മുതലാണ് നടക്കുക. ഇനി ഈ ഒരു സോൾ പർപ്പസിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആത്മാവിനെ ഇവോൾവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അതായത് ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമുക്ക് ആ എക്സ്ട്രീമായിട്ടുള്ള നമ്മുടെ ആ ഒരു എൻലൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. ഈ സോൾ പർപ്പസ് എന്തിനാണ് നമ്മൾക്ക് ഇങ്ങനെ ക്രിയേറ്റ് ആക്കുന്നത്, ഡിവൈൻ ക്രിയേറ്റ് ആക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നമ്മുടെ സോള് എന്തുകൊണ്ടാണത് നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് മുന്നുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്ന് ഹീലായിട്ട് പോകണം അല്ലേ. വൂൺസുകളൊക്കെ ഹീലായിട്ട് പോകണം. പിന്നെ നമ്മളിപ്പോഴും കുറേ കാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് നമ്മളെ റിലീസാക്കിക്കണം. കാരണം നമ്മൾ ഈ ബർത്തിൽ, ഈ ഒരു എർത്തിൽ നമ്മൾ ബർത്ത് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഒരു എർത്തിനെ ഹൈ ആയിട്ടുള്ളൊരു വൈബ്രേഷനിലേക്ക്, ഒരു ലൈറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കോൺട്രിബ്യൂഷൻ നമ്മളുടെ ഭാഗത്തുനിന്നും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ സോള് നമ്മളെ ഇത്രയും പെയിൻഫുള്ളായിട്ടുള്ള കാര്യങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നത്. ഇനി ഒരു സോൾ പർപ്പസ് എന്ന് പോലെ തന്നെയാണ് ഒരു ഡിവൈൻ ഫെമിനൈനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ സോൾ പർപ്പസ് എന്താണെന്ന് മനസ്സിലായില്ലേ. ഇനി ലൈഫ് പർപ്പസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഇത്രയ്ക്കധികം ഹീൽഡായി കഴിയുമ്പോൾ നമ്മുടെ സോളിന് ഒരു ലക്ഷ്യം കൊണ്ടാണ് വന്നത് ഈ ഒരു അർത്ഥത്തിലേക്ക്. അപ്പോൾ നമ്മളെ ഹൈ വൈബ്രേഷനിലേക്ക് ആക്കിയിട്ട് നമ്മളുടെ ആ ലൈറ്റ് നമ്മൾ മറ്റുള്ളവർക്കും കൂടെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയും. അതായത് ലോകത്തിന് നമ്മളുടെ ഭാഗത്തു നിന്നും ഒരു കോൺട്രിബ്യൂഷൻ, ലൈറ്റ്, മറ്റുള്ളവർക്ക് ഊർജ്ജം കൊടുക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്ന ഒരു ലൈറ്റ് നമ്മളുടെ ഭാഗത്തു നിന്നും
കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. അതാണ് നമ്മളുടെ ലൈഫ് പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡി എഫിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു ഡി എഫ് നമുക്ക് സമൂഹത്തിനും ഈ ലോകത്തിനൊക്കെ ഒരു വഴികാട്ടിയാകുന്നത്, അല്ലെങ്കിൽ ഒരു പ്രകാശം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പലരും ഈ ഒരു സ്പിരിച്വൽ അവൈക്കണിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവാറാവുമ്പോഴേക്കും പലരും ഹീലേഴ്സ് ആയിട്ടുണ്ടായിരിക്കും, പലരും ടീച്ചേഴ്സ് ആയിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ കൗൺസിലിംഗ് ചെയ്യുന്നവരായിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ ഒരു സോഷ്യലായിട്ടുള്ള സേവനങ്ങളാണ്. ചിലർക്ക് വളരെയധികം ക്രിയേറ്റിവിറ്റീസൊക്കെ എക്സ്പ്രസ്ഡ് ആയിട്ട് അതായത് അവരുടെ ആർട്ടായിരിക്കാം, റൈറ്റിംഗ് ആയിരിക്കാം, സ്പീക്കിംഗ് ആയിരിക്കാം, അത് മുഖാന്തിരമുള്ള ഒരു ലൈറ്റിംഗ് അവരിലൂടെ പുറത്തോട്ട് പ്രകാശിപ്പിക്കുക, അതായിരിക്കാം. അല്ലെങ്കിൽ ഒരു വിമൺ എൻ്റർപ്രനറൊക്കെ ആയിട്ട് അതൊരു വലിയൊരു വൻകിട ലെവലിലൊക്കെ ഒരു എൻ്റർപ്രനറൊക്കെ ആയിട്ട് അത് മുഖേന ഒരുപാട് ആളുകൾക്ക് ജോലിയും അതിൽ നിന്നും നല്ല രീതിയിലുള്ളൊരു മീനിങ് ഓഫ് എന്താ പറയുക, നല്ല രീതിയിലുള്ളൊരു മീനിങ്, ഒരു ഔട്ട്പുട്ട് പുറത്തേക്ക് കൊടുക്കാനൊക്കെ സാധിക്കുന്ന രീതിയിൽ വളരുക. പിന്നെ നമ്മുടെ ഡിവൈൻ ലവ് സ്പ്രെഡ് ചെയ്യുന്നവരുണ്ടായിരിക്കും, പലതരത്തിലുള്ള ലൈറ്റ് വർക്കേഴ്സായിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും. ഇനി ഈ സോൾ പർപ്പസ് നമ്മളെ മാറ്റാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ലൈഫ് പർപ്പസ് എന്താ നമ്മളെ ചെയ്യുന്നത്? നമ്മളാണ് നമ്മുടെ ലോകത്തിനെ മാറ്റുന്നത്. അതായത് ലോകത്തിനെ മാറ്റാനായിട്ടുള്ളൊരു വഴി നമ്മളിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ സോൾ പർപ്പസ് മുഖേന നമ്മളുടെ ഉള്ളിൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ലൈഫ് പർപ്പസ് കൊണ്ട് നമ്മൾ ലോകത്തിലേക്കൊരു ചേഞ്ച് ഉണ്ടാകാനുള്ള നല്ലൊരു വഴി, നല്ലൊരു ലൈറ്റ് നമ്മളിൽ നിന്നും കൊടുക്കുന്നു. ശരിക്കും സോൾ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ഒരു അവൈക്കണിങ് ആയിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പോൾ ലൈഫ് പർപ്പസ് എന്താണ്? നമ്മുടെ പുറത്തുള്ള നമ്മുടെ ഏറ്റവും വലിയൊരു മിഷനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. ഒരു സോൾ പർപ്പസിലെത്തുന്ന ഒരു ഡിവൈൻ ഫെമിനൈൻ എന്തുകൊണ്ടും അവൾ വളരെയധികം സാറ്റിസ്ഫൈഡും പ്രോപ്പർലി അവളുടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്നതും തന്നെക്കൊണ്ട് ഈ ലോകത്തിനോ അതോ മറ്റൊരാൾക്കോ എന്തെങ്കിലും തരത്തിലുള്ള മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ഹെൽപ്പ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ ഉടനീളം അത് ചെയ്തു വരുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നവരുമായി തീരുമെന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ മനുഷ്യജന്മങ്ങൾക്കും ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഈ ഒരു എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു പാതയിലേക്ക് വരുന്നത് കൊണ്ട് നമ്മളൊരു ട്വിൻ ഫ്ലെയിം ജേണിയിൽ വന്നു. ഈ സ്പിരിച്വൽ അവൈക്കണിങ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടക്കുന്നതിൻ്റെ ഒരു പാറ്റേൺ മാത്രമാണ് ട്വിൻ ഫ്ലെയിം ജേണി. അല്ലെങ്കിൽ മറ്റല്ലാത്ത പാതയിലും സ്പിരിച്വൽ അവൈക്കണിങ് പലർക്കും നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്തരം ആളുകളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജന്മമെടുത്തത് എന്തിനാണെന്നും നമ്മളെക്കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കേണ്ടതും എന്നെല്ലാം ഓൾറെഡി റിട്ടേൺ ആണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിലിപ്പോൾ നമ്മൾ പറയുമ്പോൾ സോൾ പർപ്പസ് പലപ്പോഴും നമ്മൾക്ക് കംഫർട്ടബിൾ ആവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലുള്ള സോൾ പർപ്പസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പെയിൻ റിലീസിങ് ആണല്ലേ നടക്കുന്നത്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ ഒരു പെയിന്, നമുക്ക് അതിൽ നിന്നുണ്ടാകുന്ന ബ്രേക്ക് ഡൗൺസ്, അല്ലെങ്കിൽ നമ്മുടെ ഈഗോ ഡെത്ത് ഒക്കെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരുപാട് ഷെയ്ക്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് വിഷമമുള്ളതാണ്. എങ്കിലും ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു സെൽഫായിട്ട് ജീവിക്കാനായിട്ടാണ് നമ്മളെ ഇതിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുക. നമ്മളെപ്പോഴും ഒരു മുഖം അണിഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത്, സൊസൈറ്റിക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു വേസ്റ്റ് പോലെ ആയിട്ട് മാറുന്നതിന് പകരം നമ്മുടെ സോൾ പർപ്പസ് എന്താണ് നമ്മളിൽ ഉണർത്തുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആ ഒരു ഒതൻറ്റിസിറ്റി ഉണ്ടല്ലോ, നമ്മളുടെ ആ ഒരു നാച്ചുറാലിറ്റി, നമ്മളെന്താണെന്നുള്ള ആ ഒരു റിയാലിറ്റി, ആ ഒരു സെൽഫിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ലവ് എന്ന് പറയുന്നത് എന്താണ്? സ്നേഹമാണ്. സ്നേഹിക്കാനായിട്ട് പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. സ്നേഹം എന്ന് പറയുന്നത് ഫിയർ ഇല്ലാത്തൊരു സ്റ്റേജിനാണ് നമ്മൾ സ്നേഹം എന്ന് പറയുക. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ ഒരു മനോഭാവത്തിനെ, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിലുള്ള നമ്മുടെ സോളിനെ ഉയർത്താനായിട്ട് ഇതുകൊണ്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്റ്റേബിളായിട്ടുള്ളൊരു ഇന്നർ പീസ്, ഇന്ന് ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഒരു ഇന്നർ പീസ് ഉണ്ടോ എന്നുള്ളത് എല്ലാവരും സ്വയം ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ വളരെ ഭാഗ്യം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇത്രയും ബ്രേക്ക് ഡൗൺസും പെയിൻസൊക്കെ അനുഭവിച്ചാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾക്ക് വളരെയധികം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, വളരെയധികം ഇന്നർ പീസ് കിട്ടുന്ന ഒരു സ്റ്റേറ്റസ് ഓഫ് മൈൻഡിൽ, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് ഓരോ DFസും അല്ലെങ്കിൽ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിലേക്കുള്ള
ഓരോരുത്തരും എത്തിപ്പെടുമെന്നുള്ളതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തന്നെ സ്വയം റിയാലിറ്റിയിലേക്ക് എത്തുകയാണ്. എന്ത് റിയാലിറ്റിയിലേക്കാണ് നമ്മൾ എത്തുന്നത്? ഒരു റിലേഷൻഷിപ്പിനേക്കാളും, അല്ലെങ്കിൽ ഒരു കുറേ മണി ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റാറ്റസ്, വലിയൊരു സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതിനേക്കാളും ഒക്കെ എത്രയോ വലിപ്പമാണല്ലേ നമ്മുടെ ഒരു സ്പിരിച്വൽ എവല്യൂഷൻ നമുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയും. സോൾ പർപ്പസിനെ കുറിച്ചിട്ടും നമ്മുടെ ലൈഫ് പർപ്പസിനെ കുറിച്ചിട്ടും എനിക്കറിയാവുന്ന അറിവുകൾ. അപ്പോൾ ആർക്കെങ്കിലും അത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.